വോട്ട് വിഷയത്തിൽ മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയുമായി ഐക്യമാകാമെന്ന് സമസ്ത നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഭിന്നിക്കരുത്. തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദുകളും ഒന്നിച്ചു നിൽക്കുന്നതിൽ തെറ്റില്ലെന്നും അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയും. അങ്ങനെ ഒരു സംവിധാനമല്ല. മുസ്ലിങ്ങളല്ലേ മുജാഹിദ് ജമാഅതൊക്കെ കൂട്ടിപ്പിടിച്ച് ഐക്യത്തിൽ പോവുക, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ആവശ്യമല്ലേ. അതൊക്കെ വോട്ടിന്റെ വിഷയത്തിൽ ആവശ്യമാണ്. വോട്ടിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഭിന്നിക്കരുത്, നമുക്കത് ആ കാര്യത്തിൽ യോജിക്കാം. പക്ഷെ ആദർശ രംഗത്ത് കോംപ്രമൈസ് ഇല്ല. ഗോകുൽ ചേരുന്നുണ്ട്. ഒരിക്കൽ കൂടി ഗോകുൽ, എങ്ങനെ വിലയിരുത്താം ഈ ഒരു പ്രസ്താവനയെ? വിഷ്ണു, CIC ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സമസ്ത കൃത്യമായി വിഭാഗം സമസ്ത കൃത്യമായി അകലം പാലിക്കുന്നത് ആദർശ വിഷയങ്ങളിലാണ്. CICയുടെ വാഫി സിലബസുകളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകരുടെ അല്ലെങ്കിൽ ആഗോള തീവ്രവാദ സംഘടനയായിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകരുടെ അവരുടെ നേതാക്കന്മാരുടെ പുസ്തകങ്ങൾ പാഠ്യപദ്ധതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു, നടപ്പിലാക്കുന്നു. CICയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹക്കി ഫൈസി അദ്രശ്ശേരി ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദുകാരുടെയും ഒക്കെ കോളേജുകളിൽ പോയി പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് കൃത്യമായി CIC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ മാറ്റി നിർത്തുമ്പോൾ രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ മുസ്ലിം സമുദായം ഒന്നിക്കണം എന്നൊരു കാര്യമാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നത്. അതായത് ആദർശപരമായ വിഷയങ്ങളിൽ മാറി നിൽക്കുമ്പോഴും മുജാഹിദിനെ മുജാഹിദായും ജമാഅത്തെ ഇസ്ലാമിയും കണ്ട് അകറ്റി നിർത്തണമെന്ന് പറയുമ്പോഴും മുസ്ലിങ്ങൾ ഒന്നിക്കേണ്ട രാഷ്ട്രീയ വേളകളിൽ, രാഷ്ട്രീയ തലങ്ങളിൽ, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഇവർ മൂന്നുപേരും ഒന്നിച്ച്, അതായത് മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും സുന്നികളും ഒക്കെ ഐക്യപ്പെടണം, ഒന്നിക്കണം എന്നൊരു കാര്യമാണ് പറയുന്നത്. അതായത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആരെങ്കിലും പരാജയപ്പെടുത്താൻ ഈ ആദർശങ്ങൾ വിഷയമല്ല, അതിനെ മാറ്റിവെക്കാം എന്നൊരു കാര്യമാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നത്. ഇപ്പോൾ SKSSFന്റെ നേതൃത്വത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ അല്ലെങ്കിൽ പൊതുപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് NIT മേഖലയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെയും മുജാഹിദുകാരെയും എല്ലാ സ്ഥലത്തും വിമർശിക്കുന്ന, എല്ലാ സ്ഥലത്തും ആദർശത്തിന്റെ വിഷയത്തിൽ സുന്നികൾ മാറ്റി നിർത്തേണ്ട വിഭാഗമാണ് മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമികളും എന്ന് പറയുന്ന അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ നമ്മളെല്ലാവരും സഹകരിക്കുന്നതിൽ തെറ്റില്ല എന്നൊരു പ്രസംഗവുമായി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. ഈ 54-ലധികം വരുന്ന വഫിയ കോളേജുകൾ കൈയടക്കുന്ന CICയെ പോലും ഈ ആദർശത്തിന്റെ പേരിൽ മാറ്റി നിർത്തുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ തീവ്രവാദ സംഘടനകളുമായി സഹകരിക്കുന്നത് തെറ്റില്ല എന്നൊരു പരാമർശവുമായിട്ട് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് രംഗത്ത് വന്നിട്ടുള്ളത്. നേരത്തെ ഈ വിഭാഗം സമസ്ത കൂടി നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ആയിട്ട് പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അന്ന് ചില വിഭാഗം, സമസ്തക്കകത്തെ ചില വിഭാഗം അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നെങ്കിലും വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും മുജാഹിദുകളും ഒക്കെ ആയിട്ട് സഖ്യത്തേർപ്പെടുന്നതിൽ ില്ല എന്നൊരു പരാമർശവുമായിട്ടാണ് ഈ സമസ്തക്കകത്തെ മുസ്ലിം ലീഗ് വിരുദ്ധനായിട്ടുള്ള അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് രംഗത്തെത്തിയിട്ടുള്ളത്. ഇതെന്തായാലും വരുന്ന ദിവസങ്ങളിലും തീർച്ചയായിട്ടും ചർച്ചയാവും. കാരണം ആദർശത്തിന്റെ വിഷയത്തിൽ മാറ്റി നിർത്തുന്ന അവരെ ഈ എന്ത് അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്തിന്റെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കൂടെ കൂട്ടാൻ സാധിക്കുന്നത് എന്ന ചോദ്യം വരും ദിവസങ്ങളിൽ എന്തായാലും ഉയർന്നു വരും. സമസ്ത അതിന് മറുപടി പറയേണ്ടതായിട്ടും വരും. വിഷ്ണു, ശരി, ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്.